വിദ്യാഭ്യാസത്തിന് പണമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. എന്നാൽ വൻകിടക്കാരുടെ കോടികൾ ബാധ്യതകൾ എഴുതിത്തള്ളുന്നു. ബിജെപി മുൻ എംപിയും സി ഗ്രൂപ്പ് സ്ഥാപകനുമായ സുഭാഷ് ചന്ദ്രയുടെ 22,000 കോടിയുടെ കടം വെട്ടിച്ചുരുക്കിയതോടെ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും പഠന നിലവാരത്തിന്റെ പിന്നാക്കാവസ്ഥയും നേരിടുന്ന അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ട്. എന്നാൽ സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിനും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനും ആവശ്യമായ വിഭവങ്ങൾ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരെ പരാജയപ്പെടുകയാണ്. പ്രത്യേകിച്ച് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അധ്യാപകക്ഷാമം, അധ്യാപക പരിശീലനത്തിലെ സംസ്ഥാനാന്തര വ്യത്യാസങ്ങൾ തുടങ്ങിയ ഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി നീതി ആയോഗിന്റെ 2026 റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രവേശിക്കുന്ന 10 കുട്ടികളിൽ 4 പേർ വീതം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് പഠനം ഉപേക്ഷിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, രാജ്യത്ത് 100,000-ലധികം ഏകാധ്യാപക സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനിടെയാണ് ബിജെപി മുൻ എംപിയും സി ഗ്രൂപ്പ് സ്ഥാപകനുമായ സുഭാഷ് ചന്ദ്രയുമായി ബന്ധപ്പെട്ട വായ്പാ ബാധ്യതാ കേസ് വലിയ ചർച്ചയാകുന്നത്. ഇയാൾക്കെതിരായ 22,000 കോടി വരുന്ന അഡ്മിറ്റ് ക്ലെയിംസ് കേവലം 6.25 കോടിയായി ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണൽ വെട്ടിക്കുറച്ചു. 2 അംഗങ്ങൾ വ്യത്യസ്ത വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് മൂന്നാമതൊരാൾക്ക് കേസ് വിട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോഴത്തെ വിധി. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് പ്രകാരം തിരിച്ചടവ് പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. കമ്പനികൾക്ക് പുറമെ സുഭാഷ് ചന്ദ്രയും വ്യക്തിഗത ഗ്യാരണ്ടി നൽകിയാണ് ഭീമമായ തുക വായ്പയെടുത്തത്. വ്യക്തിഗത ഗ്യാരണ്ടി കോർപ്പറേറ്റ് ഗ്യാരണ്ടിയായി കാണിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് തുക വെട്ടിക്കുറച്ചത്. ഈ തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ചില ബാങ്കുകളുടെ തീരുമാനം. ഗ്രാമീണ ഇന്ത്യയിലെ കുട്ടികളുടെ പഠന നിലവാരം സംബന്ധിച്ച് പ്രശ്നങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുമ്പോൾ ഇത്തരം നിക്ഷിപ്ത താൽപര്യങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.